സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പരപ്പനങ്ങാടി BM ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്രമേളയിലാട്ടോ. സ്കൂളല്ല, ഇത് ഉപജില്ലാ ശാസ്ത്രമേളയാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടോക്കി, ഒരുപാട് മിടുക്കന്മാരെ നമുക്ക് കാണാട്ടോ ഇതിൽ. അതായത് ഇതൊരു സ്മാർട്ട് ഹോം ആണ് കേട്ടോ. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്മാർട്ട് ഹോമിൽ ഭിന്നശേഷി ആൾക്കാർക്കുള്ളൊരു സഹായമാവുന്നൊരു വീടാണ്. സ്മാർട്ട് ഹോമാണ്. അതിന്റെ പേരെന്താ? ജർബാസ് ഫാദിം അല്ലേ? ഇതിൽ IR സെൻസർ ഉണ്ട്, യൂണോ ബോർഡ് ഉണ്ട്, 2 റെഡ് ബോർഡ് ഉണ്ട്, സർവോ മോട്ടർ ഉണ്ട്, റെയിൻ ഡിറ്റക്ടർ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം സെൻസർ ബാസ്ക്കറ്റ് IR സെൻസറും പിന്നെ സർവോ മോട്ടറും യൂണോ ബോർഡും ഇതിന്റെ ഉപയോഗം എന്താ മെയിനായിട്ട്? നമ്മളിപ്പോ വീട് കൂട്ടിയിട്ട് കിടന്നുറങ്ങി, നമ്മളിപ്പോ കിടന്നുറങ്ങി. അപ്പൊ കള്ളം വന്നാൽ തന്നെത്താല അലാറും അടിക്കും, ലൈറ്റും കത്തും. ചെയ്താഞ്ചര അതന്നെ അത് മാറി. ഇതിപ്പോ ഞാൻ ഇപ്പൊ കള്ളനെ വിചാരിച്ചോളൂ. കള്ളം വന്നേ അടിച്ച് കള്ളം വന്നു കഴിഞ്ഞാല് നമുക്ക് അതേമാതിരി ഈ ഭാഗത്ത് അടിക്കല്ലേ. പിന്നെ ഇതില് എന്താണ് ഇതുണ്ട്, ഫ്ലെയിം സെൻസർ. അതായത് നമ്മളിപ്പോ അടുക്കളയിൽ തീയത്തിച്ചോളി. അപ്പൊ നമുക്ക് ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെടുത്താം, അല്ലാതെ വലുതാണെന്നുണ്ടെങ്കിൽ ഈ അലാറം അടിച്ചുകൊണ്ടേ നിൽക്കും. തീ എത്തിക്കഴിഞ്ഞാല് ആൾക്കാരെ ജീവൻ രക്ഷപ്പെടും. പിന്നെ ഇതിപ്പോ നമ്മളിപ്പോ കിടന്നുറങ്ങി, നമ്മളിപ്പോ കിടന്നുറങ്ങി. അപ്പൊ ഡ്രസ് ഇപ്പൊ മഴ പെയ്താലേ മഴ അപ്പൊ അറിയില്ലേ ഇവിടെ തോറിട്ട് ഷെഡിനുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെടുത്ത് വന്ന് റെഡിയാക്കണം. അതേമാതിരി പെരിയിൽ ഇപ്പൊ നമുക്കിപ്പോ കഴിയാത്തോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പോ വേസ്റ്റ് ഇടണം. പെരിയിൽ ആരും ഇല്ല, ഓല് വീച്ചേർമേലാണ്, എണീക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കൈക്ക് വേസ്റ്റ് ഉണ്ട്. അപ്പൊ ഓൽക്ക് ഉപകാരമായതാണ്. ഇതിപ്പോ വേസ്റ്റ് ഇപ്പൊ ഇതാണ് വിചാരിച്ചോളൂ. അതിപ്പോ കൈ വെച്ചെടുത്താ ഓപ്പൺ ആയി വരില്ലേ, ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും ചെയ്യില്ലേ. സംഭവം അടിപൊളിയാടാ കേട്ടോ. ഓക്കെ. ഇതെന്താ സംഭവം തന്നെ? കാർബൺ യൂട്ടിലൈസേഷൻ അല്ലേ? അതിന്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കല്ലേ? ഓക്കെ. ഇതല്ലോ സംഭവം അടിപൊളി ഒരു സംഭവമാണ്. കാർബൺ ക്യാപ്ചറിങ് യൂട്ടിലൈസേഷൻ എന്ന് പറയും. സംഭവം അടിപൊളി. അതുപോലെ ഇപ്പുറത്തെ ഒരു സംഭവം ഉണ്ട് അല്ലേ, ഒരു ഗ്രാമം, ഒരു കൃഷിയാണ് തോന്നുന്നില്ലേ മൊത്തത്തിൽ. തേനീച്ച കൃഷി കാണുന്നുണ്ട്, അതിൻ്റെ കമ്പോസ്റ്റ്, പച്ചക്കറിത്തോട്ടം കാണുന്നുണ്ട്, നെൽകൃഷി കാണുന്നുണ്ട്, അതുപോലെ കോഴി വളർത്തൽ, കന്നുകാലി വളർത്തലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതെന്താ? വീടാണല്ലേ? ടേബിളൊക്കെ ഉണ്ട്, ചോറൊക്കെ ഉണ്ടല്ലോ. സംഭവം സെറ്റാണ്, അടിപൊളി. ഇത് തൊഴുത്താണ് അതോ? പച്ചക്കറി മാർക്കറ്റ്. പച്ചക്കറി കാണുന്നുണ്ടല്ലോ അല്ലേ? സംഭവം അടിപൊളിയായി. സ്റ്റിൽ മോഡലിംഗ് അല്ലേ? നിങ്ങളെ സ്കൂള് താഴച്ചന സ്കൂൾ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സംഭവം അടിപൊളി കേട്ടോ. ഇതെന്ത് സംഭവം എന്ന് പറയടാ? ഓട്ടോമാറ്റിക് പ്ലാന്റ് വാട്ടറിംഗ് സിസ്റ്റം. പ്ലാന്റ് വാട്ടർ സിസ്റ്റം അല്ലേ? എന്നാ ഉദ്ദേശിച്ചത് അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലാന്റ് നനയ്ക്കും അല്ലേ? വാട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് നനയ്ക്കും, സോളാറിലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതിൻ്റെ പ്രവർത്തനം ജസ്റ്റ് കഴിഞ്ഞണോ? കഴിഞ്ഞില്ലേ? വർക്കാവില്ലല്ലേ? സംഭവം ഉണ്ട് കേട്ടോ, അടിപൊളി. ഓട്ടോമാറ്റിക്കായിട്ട് ചെടികൾ നനയ്ക്കാൻ പറ്റിയൊരു സിസ്റ്റമാണ്. സോളാർ ഉപയോഗിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. പേരെന്താ? മൈക്ക് എടുത്ത് പിടിക്കും. യദുനന്ദ്. സ്കൂളാ? മാധവാനന്ദ. മാധവാനന്ദ സ്കൂൾ കേട്ടോ. സംഭവം അടിപൊളി. ഒന്ന് പറഞ്ഞടാ. എനിക്ക് പറയാറില്ല കേട്ടോ. ജസ്റ്റ് എന്ന് പറഞ്ഞു. ഇതാരെങ്കിലും അതിൽ ചാടാൻ ശ്രമിച്ചു കഴിഞ്ഞാല് അതായത് ബസർ അടിക്കുന്ന സംഭവം അല്ലേ? അതായത് ലേസറാണ്, ലേസർ വഴി റേ കാരണം ആരെങ്കിലും ചാടാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ബസർ അടിക്കും. അതിന് ജസ്റ്റ് വർക്കിംഗ് ഒന്ന് കാണിച്ചത്. സെക്യൂരിറ്റി സിസ്റ്റം ആണ് ഇതിനെ കാണിക്കുന്നത്. ആരെങ്കിലും വെച്ച് കഴിഞ്ഞാല് ഓൺ ചെയ്തപ്പോൾ ബാറ്ററിയിൽ ഓൺ ചെയ്ത്
ഇതാ ഇതുണ്ടോ നമ്മൾ കൈ വെച്ച് നോക്കിയാൽ ഇതൊക്കെയാണ് ഓരോ ഭാഗത്തും അവിടെ ഇല്ല ഇവിടെ അല്ല. ഇതുണ്ടോ ഇതുണ്ടോ ആ ഒരു ബീം കട്ട് ചെയ്യുമ്പോൾ അവിടെ ബസർ അടിക്കും കേട്ടോ. സംഭവം അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ. നാണക്കാരാന്ന് തോന്നല്ലേ. എന്താ പേര് പറയും? പേര് ദേവാങ്കൽ. ഏത് സ്കൂൾ ഏതാ? സൂപ്പിക്കുട്ടി. സൂപ്പിക്കുട്ടി സ്കൂളാ? ഓക്കെ. നമ്മൾ പരപ്പനങ്ങാടി സൂപ്പിക്കുട്ടി സ്കൂൾ തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇത് സംഭവം എന്താണത്? ഫയർ ഫൈറ്റിംഗ് റോബോട്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട്. ഫയർ ഫൈറ്റിംഗ് റോബോട്ട് അല്ലേ? ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവലും ഉണ്ട്. ഒന്ന് പറഞ്ഞോ. ഓട്ടോമാറ്റിക് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഫയർ ഉണ്ടെങ്കിൽ ഈ 3 സെൻസർ ആദ്യം ഫയർ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ഫയറിൻ്റെ അടുത്ത് പോയിട്ട് ബ്രെയിനിലേക്ക് മെസ്സേജ് പാസ് ചെയ്തിട്ട് ഫയർ കെടുത്തു അല്ലേ? ഓക്കെ 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 ഓക്കെ. അതായത് റോബോട്ട്, അതായത് തീ കത്തി പിടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെഷീൻ പോയിട്ട് കെടുത്തും. അത് വർക്കിംഗ് കാണിച്ചപ്പോൾ കഴിയില്ലല്ലേ? ഇത് അടിച്ചു ബോർഡ് അടിച്ചു പോയി. അത് സാറില്ല, കുഴപ്പമില്ല. ഏതായാലും ഇത് കഴിഞ്ഞല്ലേ നിങ്ങൾ അതിൻ്റെ ശേഷം വർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? സംഭവം അടിപൊളി. ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങി പോകൂലേ? പോകൂലേ? ഈ ഉണ്ടാക്കിയത് തന്നെ ഇന്നല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ഇങ്ങനത്തെ വർക്കൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ വീട് എവിടെയാ? കടലുണ്ടില്ലേ? ഡിസാണ്ട് വരണ്ട് സുബിഡി സ്കൂളല്ലേ? അന്വേഷിച്ചു. ഓക്കെ 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 ഓക്കെ. വേറെ എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്തൊക്കെയാ ഉണ്ടാക്കിയിട്ടുള്ളത്? ലൈൻ ഫോളോവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ ഒബ്ജക്റ്റ് റോബോട്ട് ഉണ്ടാക്കിയിരിക്കണേ. റോബോട്ടിൽ പലതും ഉണ്ടല്ലേ ഐറ്റംസ് അല്ലേ? ഓക്കെ ഓക്കെ. ഒരു വലിയ റോബോട്ട് ഉണ്ടാക്കണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എന്തായാലും ആഗ്രഹം സാധിക്കട്ടെ. സെറ്റാക്കാൻ മതി കേട്ടോ. ഓക്കെ. തവിട് പൊടി റോബോട്ടില്ലേ? സർവിംഗ് റോബോട്ട്. എന്തായാലും മൊബൈൽ അതിൻ്റെ വർക്കിംഗ് വരാം. കൺട്രോളിംഗ് ഒരു മിനിറ്റ് ഞാൻ പറയുമ്പോൾ വിളിച്ചുണ്ട് ഇങ്ങോട്ടൊന്നു. എന്ത് റോബോട്ടാണിത്? ഫുഡ് സർവിംഗ് റോബോട്ട്. പേരെന്താ? മുഹമ്മദ് റജാ. ഈ മുഹമ്മദ് റജാ ഉണ്ടാക്കിയ ഒരു റോബോട്ടാണ്. അത് വർക്ക് ചെയ്യും. അപ്പൊ എന്തായാലും അവനത് കാണിച്ചത്. എന്ത് റോബോട്ടാണെന്ന് പറഞ്ഞ പേര്? ഫുഡ് സർവിംഗ് റോബോട്ട്. ഫുഡ് സർവിംഗ് റോബോട്ട് കേട്ടോ. അപ്പൊ അതിന്റെ പ്രവർത്തനം ഒന്ന് കാണിച്ചത്. ഈ പ്രവർത്തനം മൊബൈലല്ല വരുന്നത്? മൊബൈലിൽ അതിന് കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്ത് കണക്ട് ചെയ്തല്ലേ? ഈ ഓടാൻ ചെറിയൊരു ഓക്കെ ഓക്കെ ഓക്കെ. സംഭവം അത് വർക്ക് ചെയ്യണ നോക്കിയാണ്. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്, ബാക്കിലോട്ട് പോകുന്നുണ്ട്. ഇതാണ്ടോ ഓട്ടോമാറ്റിക് മൊബൈലിൽ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ. ഈ ഒരു വർക്കിംഗ് മെയിനായിട്ടുണ്ടല്ലേ ചെയ്യുന്നല്ലേ? ഓക്കെ ഓക്കെ, മതിയല്ലോ. മൊബൈലിൽ അങ്ങനെ വർക്ക് ചെയ്യുന്നതിന് ഈ ഉണ്ടാക്കിയൊരു സെറ്റായില്ലേ? 10ാം ക്ലാസ്സിലല്ലേ? 10ാം ക്ലാസ്. ഏത് സ്കൂള്? CRHS വെളിമുക്ക് CRHS വെളിമുക്ക് സ്കൂളിൽ ഇവൻ ഉണ്ടാക്കിയൊരു സംഭവം കേട്ടത്. വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില്? ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഹാൻഡ് വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറെ LED ബൾബുകളൊക്കെ നന്നാക്കും. സ്വന്തമായിട്ട് ലൈൻ ഫോളോയിങ് റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. യൂട്യൂബ് നോക്കി പഠിച്ചിട്ടല്ലേ? വീട് എവിടെ കറക്റ്റ് പറഞ്ഞേ? വെള്ളിമുക്ക് ആലിങ്ങലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും തേടി എത്തും ഒരു നോട്ടെ. സംഭവം അടിപൊളിയായിട്ടോ. ഒരു മിനി ഫ്രിഡ്ജ്, അതായത് റെഫ്രിജറേറ്റർ ഉണ്ടാക്കിയിരിക്കേണ്ടത്. അതിൻ്റെ ഇതാണല്ലേ? അതിൻ്റെ സംഭവമാണത്. കുറേ കൂടൊക്കെ ചെയ്യും. അതാണ് ഫ്രിഡ്ജ് എങ്ങനെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ എന്താ പേരടാ? അതിനാണല്ലേ? ഏതാ സ്കൂള്? സൂപ്പിക്കുട്ടി സ്കൂൾ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രവർത്തനം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇത് 2 അഡാപ്റ്റർ ഉണ്ട് 12 വോൾട്ടിന്റെ. ഒന്ന് പെൽറ്റിയർ മൊഡ്യൂൾ പറഞ്ഞ സാധനം തണുപ്പിക്കുന്നത്. അതേമാതിരി ഒന്ന് ഇതിന്റെ ഫാൻ മുഖം കൊടുത്തിട്ടുണ്ട്. ബാക്കിലൊരു ബാക്കത്തെ ചൂട് പോകാൻ ഒരു ഫാൻ ഉണ്ട് ഇവിടെ. ഒരു സൈഡ് ചൂട് ഒരു സൈഡ് തണുപ്പുണ്ടാവും. അങ്ങനെ പിന്നെ ഇത് തെർമോസ്റ്റാറ്റ് എന്ന് പറയും. അത് ടെമ്പറേച്ചർ നമുക്ക് സെറ്റ് ആക്കുകയും ചെയ്യാം. അത് ആ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആവും, സാധനം ഓഫ് ആവും. പിന്നെ ആ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അത് ഓൺ ആവും ചെയ്യും. അത് രണ്ടും. പിന്നെ ഈ ഉള്ളിലൊരു ഫാനും ഉണ്ട്. ഈ ഫാനും അതും കൂടി വേറൊരു അഡാപ്റ്ററിന് കൊടുക്കും. ആ കൂള് കുറച്ച് ടൈം പിടിക്കും. ഇതിപ്പോ കാണിക്കാത്തതുകൊണ്ടാണ് അത് സംഭവം. ഒരു ഫ്രിഡ്ജ്, ഒരു ചെറിയ ഫ്രിഡ്ജൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യാന്നർത്ഥം.
മറ്റെന്തെങ്കിലും കരവിരുതുണ്ടോ വീട്ടില്? ഇല്ല. ഇടക്കിടക്കൊക്കെ ചെയ്യും. ചെയ്തേ? ഓക്കെ ഓക്കെ ഓക്കെ. സംഭവം കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് കുറഞ്ഞല്ലേ? 28 27 ഇതിങ്ങനെ കൂളിംഗ് ആയി വരുമ്പോ കുറഞ്ഞു വരുമല്ലോ. ഓക്കെ ഓക്കെ. സംഭവം അടിപൊളി കേട്ടോ. വാഴ കൊണ്ട് എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വാഴ നമുക്ക് ഉപ്പേരി അതുപോലെ വാഴപ്പഴം ഈ സംഭവം അറിയില്ല, പക്ഷെ എല്ലാ ഐറ്റംസും നൂഡിൽസ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ? ഇത് വാഴ ഓഹോ നോക്കിയൊക്കെയാണ് വാഴ കൊണ്ട്. ഓ പായസം, എന്തല്ലേ ഐറ്റംസ്. ഇത്രയും ഐറ്റങ്ങളും വാഴ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊക്കെയാണ്. സൂപ്പറല്ലേ? അയ്യോ, ഇതൊരു ഇലക്ട്രിക് ബോട്ടല്ലേ? ഒരു ഇലക്ട്രിക് ബോട്ടിന്റെ ഒരു സംഭവം കേട്ടോ. അതാണ് ബോട്ട് തോന്നുന്നുണ്ട്. അതന്നെ ബോട്ട്. അതിങ്ങനെ പോവും. ഇതൊരു ജല സംരക്ഷണ മാർഗങ്ങൾ എന്നുള്ള വേറെ സംഭവം കേട്ടോ. എങ്ങനെയൊക്കെ നമുക്ക് ജലം സംരക്ഷിക്കുന്നില്ല, മഴവെള്ള സംഭരണി, ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പല രീതികളുണ്ട്. അത് ജസ്റ്റ് ഒന്നൊന്ന് എന്താ പറയുക, എൻ്റെ ഒരു മോഡൽ ചെയ്തിട്ട് നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ ചെയ്തൊരു സംഭവമാണ്. അതുപോലെ അത് കണ്ടോ, വാഴ കൊണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. ഇവർ അത്യാവശ്യം ഐറ്റംസൊക്കെ റോബസ്റ്റ് ഇഡ്ഡലി മുതൽ ഉണ്ണിക്കാമ്പ്, വാഴക്കൂമ്പ്. ഇതായിരുന്നേണ്ടതാ നിങ്ങളിതാ ഇവിടെ നിൽക്കി. അതിൻ്റെ ആളുകൾ വന്നു കേട്ടോ. നിങ്ങൾ രണ്ടാളും കൂടി അത് ചെയ്ത് മൊത്തം അല്ലേ? അത് പിടിച്ച കയ്യിൽ മൈക്കാട്ടാ. നിങ്ങൾ പേരെന്താ? ഏത് സ്കൂള്? തൃക്കുളം സ്കൂൾ അല്ലേ? അതായത് അമ്പലപ്പടി സ്കൂള്. ഓക്കെ ഓക്കെ. ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പഴംപീടിണ്ട്, വാഴക്കാച്ചുണ്ട്, പച്ചക്കായ അടണ്ട്, പൂവൻ പഴം ജാമുണ്ട്, വാഴക്കിഴങ്ങ് പുഴുക്കുണ്ട്, വാഴക്കിഴങ്ങ് തോരണ്ട്, ചെങ്കദളി ഷേക്ക് ഉണ്ട്. ചെങ്കദളി ഷേക്കോ? കുടിക്കാൻ പറ്റും. ഓഹോ, പിന്നെ ഉണ്ണിക്കാമ്പ് സംഭാരം, പഴം പ്രഥമൻ, ഇത് മറ്റേ കായത്തോട് പുളിയിഞ്ചി, റോബസ്റ്റ ഇഡ്ഡലി, ഉണ്ണിക്കാമ്പ് ദോശ, വാഴക്കൂമ്പ് ചമ്മന്തി, പിന്നെ ഏത്തപ്പം, പഴംപുട്ട്, വാഴയിലത്തോടെ അവിയലല്ലേ? പഴം. ഇത് ചോറാണ്. അത് സദ്യ. പിന്നെ ഹെൽത്തി ഡ്രിങ്കും ഉണ്ണിക്കാമ്പ്. സദ്യ സെറ്റപ്പ് അല്ലേ? ചാമച്ചോറ്, പൂവ് കൊണ്ടാണ്. ചാമച്ചോറ് ഒഴികെ ബാക്കിയൊക്കെ വാഴ കൊണ്ടുള്ള. എല്ലാം വാഴ കൊണ്ടല്ലേ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ വാഴ കൊണ്ട് ഒരുപാട് ഐറ്റംസുകൾ അല്ലേ? അടിപൊളി. ഇതുണ്ടോ? ഇത് മതി, ഇഷ്ടം പോലെ അല്ലേ? സന്തോഷാറ്. എന്താ സംഭവം എന്ന് പറഞ്ഞു? ഞങ്ങളുടെ പ്രൊജക്റ്റ് ആണ്. സോളാറില് ആണ് വർക്ക് ചെയ്യുന്നത്. സൺലൈറ്റ് സോളാർ വലിച്ചെടുക്കും. സോളാറിന് എനർജി ഫുള്ള് ബാറ്ററി വലിച്ചെടുക്കും. എന്നിട്ട് നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യും. മോട്ടറിന് നേരെ ഓക്കെ. അതിന്റെ പേരെന്താ? ഏതാ സ്കൂള്? കൊടക്കാട് ഹൈ സ്കൂളല്ലേ? ഓക്കെ ഓക്കെ. കൊടക്കാട് AUP സ്കൂൾ. ഇതൊന്ന് വർക്ക് ചെയ്ച്ച് കാണിച്ചു തരാം. അവളൊന്ന് കാണിച്ചു തരാം. അവള് സഹായിക്കും. ഇതാ അതവിടെ മോട്ടർ വർക്ക് ചെയ്യിക്കണ്ട, ഇതൊന്ന് വർക്ക് ചെയ്ച്ചാൽ ബാക്കിയുള്ള വർക്ക് ചെയ്ച്ചാൽ മതി. സോളാറല്ലേ? സോളാറൊന്ന് വർക്ക് ചെയ്ച്ചാൽ മതി. എല്ലാം വർക്ക് ചെയ്യും അല്ലേ? എന്നാ നോക്കാം. വെള്ളം എത്ര വരുള്ളൂ അല്ലേ? മതി. ഇത് കണ്ടോ, അത് ഓണാക്കി. സോളാർ വർക്കിങ്. ലൈറ്റ് കുറവായതുകൊണ്ടാണ്. ഓവർ വെള്ളമായി കഴിഞ്ഞാൽ നിലത്ത് പോകും, അതുകൊണ്ടാണ് ഒരു ഓഫ് ആക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു മനുഷ്യ ശരീരത്തിലെ വൃക്കന്റെ പ്രവർത്തനമാണ് ഈ കാണിക്കുന്നത്. സംഭവം എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി. ഇതിന്റെ ആൾ ഇവിടെ ഇല്ല എന്ന് ചോദിക്കായിരുന്നു. സംഭവം അല്ലേ? മൂത്രാശയം
വൃക്ക ധമനി കാണിക്കുന്നുണ്ട്, മൂത്രവാഹി, എന്തൊക്കെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പേര് പറഞ്ഞോളേ. വേറെ അല്ല, ഈ സംഭവം ഒന്ന് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ? ആ ആ ആ ഉൾപ്പെടുത്തിയല്ലേ? ഓക്കെ, ജസ്റ്റ് ഇതല്ല, ജസ്റ്റ് ചെറിയ ഓപ്പണിംഗ് ഉള്ളൂ. ഇതും ജസ്റ്റ് ഇതേ ഒന്നും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു രൂപം ചെയ്തുണ്ടാക്കിയല്ലേ? ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. മാർക്കറ്റിയാ എന്താ പറഞ്ഞോളി. അതല്ല, എൻ്റെ പേരെന്താ? ആ, സിയാൻ. അവളെ പേര് ഏതാ സ്കൂള്? കൊടക്കാട് സ്കൂൾ. ഓക്കെ ഓക്കെ. ഇനി ഇത് സംഭവം പറഞ്ഞോളി. ആ ആ ആ ആ ഈ കമ്പാരസ് ചെയ്ത ഈ പ്ലാസ്റ്റിക് നേരെ ഈ പൈറോലിസിസ് എന്ന ചാമ്പറിലേക്ക് പോയി. ഇത് ഹീറ്റിംഗ് ചാമ്പറാണ്. ഈ ഹീറ്റിംഗ് ചാമ്പറിലേക്ക് പോയിട്ട് നേരെ കണ്ടൻസേഷൻ പോയിട്ട് ഈ ഉരുക്കിയ പ്ലാസ്റ്റിക്കിനെ തണുപ്പിക്കാൻ അതിൽ കണ്ടൻസേഷൻ ചെയ്യും. എന്നിട്ട് അത് നേരെ ഓയിൽ റിഫൈനിങ് ചാമ്പറിൽ വെച്ചിട്ട് എണ്ണ ശുദ്ധീകരിക്കും. എന്നിട്ട് നമുക്ക് 80% എണ്ണയും 50% ഗ്യാസും പിന്നെ 5% കാർബൺ ഒക്കെ നമുക്ക് കിട്ടും. പ്ലാസ്റ്റിക് എന്നോ? സംഭവം അടിപൊളിയാണല്ലോ അല്ലേ? ചെയ്യല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സംഭവം എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ചെയ്ത് കാണിക്കുന്ന സെറ്റപ്പാണ് ഉഷാറായിരുന്നല്ലേ? അതിൻ്റെ രൂപ ആയതുകൊണ്ടല്ലേ? ഓക്കെ, സെറ്റ് പറഞ്ഞോ. ആ, വൃക്കൻ്റെ പ്രവർത്തനമാണിത്. ആ ആ ആ ല്ലേ? അപ്പോൾ അതായത് ഒരു വൃക്കന്റെ പ്രവർത്തനം മെയിൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിക്കുകയാണല്ലേ? ഓക്കെ. എന്താ പേരെന്താ? അവളെ പേരോ? റൈഫ് അല്ലേ? നിങ്ങൾ ഏതാ സ്കൂൾ പറഞ്ഞത്? പാറക്കട സ്കൂൾ അല്ലേ? ഓക്കെ ഓക്കെ. മനസ്സിലായി. എൻ്റെ പ്രവർത്തനം കണ്ടോളി കേട്ടോ. അതിലേക്ക് വരുന്നത് ഈ ബോക്സിന് എന്താ പറയാ? മൂത്രാശയ കേട്ടോ. അവർ ഉദ്ദേശിച്ച സംഭവമാണത്, മൂത്രവാഹിനി, അതായത് ആ പമ്പ്. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രവർത്തനം ഓഫാക്കിയോ? ഓക്കെ ഓക്കെ. പേരെന്താ? ഷെഹസിനല്ലേ? ഏതാ സ്കൂള്? എവിടെ? ചേലപ്പാടാണ്. ഓക്കെ. അപ്പോൾ ഇതെന്താ ഇതിന് സംഭവം ഒന്ന് പറഞ്ഞുതരുമോ? ആ ആ, അതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചു തരും ജസ്റ്റ് ഒന്ന്. ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോൾ ആളുകളെ രക്ഷിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വീടുകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വർക്ക്. വെള്ളം വരുമോ? ഇങ്ങോട്ട് വെള്ളം വരുമോ? ഇല്ലല്ലോ, ഇവിടെ വരുമല്ലോ അല്ലേ? ഓക്കെ. ഇലക്ട്രിക് പരിപാടിയാണ്. ഇതിപ്പോൾ ഉരുൾപൊട്ടൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയല്ലേ? വന്നിട്ട്
ഇതിലേക്ക് വെള്ളം ടച്ച് ചെയ്യുമ്പോൾ അവിടെ സൗണ്ട് ബീപ്പ് അടിക്കും. അലാറം അടിക്കും. അപ്പോൾ അങ്ങനെ ജനങ്ങളൊക്കെ അറിയിക്കൂല. സംഭവം കുഴപ്പമില്ല, രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് മാറി. സംഭവം എന്തായാലും അടിപൊളിയായി. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ വയനാട് ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തതാണല്ലേ? സംഭവം അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ഇതിന് ഫസ്റ്റ് കിട്ടി മാഷ് പറഞ്ഞു അറിയില്ലല്ലേ? സംഭവം അടിപൊളിയായി, ഉഷാറായിട്ടോ. ഇതാണ് ഒരു രീതി. കാരണം ഇതിപ്പോൾ എവിടെ ആവശ്യമാണ്, മലയോര പ്രദേശങ്ങളിലൊക്കെ സംഭവം ആവശ്യമാണ്. അപ്പോൾ ഈ പയ്യന്മാരുണ്ടാക്കി എന്തായാലും അവർക്കൊരു ബിഗ് താങ്ക്സ് കേട്ടോ. അടിപൊളി. ഇതെന്താ സംഭവം എന്ന് പറയാം? ഇതെന്താ സംഭവം? അതായത് രക്തപര്യാന വ്യവസ്ഥ അല്ലേ? അതായത് മനുഷ്യ ശരീരത്തിൽ രക്തം എങ്ങനെയാണ് ഓടുന്നെന്നുള്ള അതാണ്. ആ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരുമോ? എവിടെ ഓടുന്നില്ലല്ലോ. അതായത് മനുഷ്യ ശരീരത്തിൽ രക്തം ബ്ലഡ് എങ്ങനെ ഓടുന്നെന്ന് അവർ കാണിക്കട്ടെ. നമ്മൾ നോക്കി നോക്കാം. ഇവിടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നു. എന്താ എവിടെയോ ഉണ്ടല്ലേ? ചെറുതായതുണ്ടോ? ഇതിൽ കാണൂല, ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ അല്ല, മെയിനായിട്ട് അതല്ലേ ബ്ലഡ് സർക്കുലേഷൻ. ഇതൊന്നല്ലേ ഇതാവുന്നത്? ഓക്കെ ഓക്കെ. ഇതാണ് ഹൃദയം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സംഭവം അടിപൊളി കേട്ടോ, കുഴപ്പമില്ല. ഈ 2 കൊച്ചു മെഡിക്കലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് രൂപം കാണിച്ചു തന്നാണ്. എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്താ? സൈക്കല്ലേ? ഓക്കെ ഓക്കെ. എൻ്റെ പേരെന്താ? എന്റെ പേര് ഹംന ഫാത്തിമ. അല്ലേ? അപ്പൊ ഈ കൊച്ചു മെഡിക്കൽ ഉണ്ടാക്കിയ സംഭവം ഇതെന്താ സംഭവം എന്ന് വെച്ചാല് ഇത് പറഞ്ഞിട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാ ഇതൊരു അഗ്രികൾച്ചർ ആണ്. ഈ അഗ്രികൾച്ചറിന്റെ ഉള്ളില് വാർത്തകളിലൊക്കെ കേൾക്കാം മൃഗങ്ങൾ എന്താ അഗ്രികൾച്ചർ നശിപ്പിക്കുന്നത്. അതുപോലെ ഒരു മൃഗം വന്നാൽ എന്താ അതിന്റെ ഉള്ളിൽ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. അതായത് അത് ഫെൻസിങ് കെട്ടിയിട്ട് നമുക്ക് നമ്മൾ അറിയിച്ചു തരും അല്ലേ? ഇവിടെ ഇരുന്ന് തന്നെ അതറിയാം. ഒന്ന് കാണിച്ചാ സൗണ്ട് വരുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സംഭവം കുഴപ്പമില്ല കേട്ടോ. നമ്മളെ വീട് കാര്യങ്ങൾ അത് കണ്ടില്ലേ? ഇവിടുന്ന് മൃഗങ്ങൾ ഇങ്ങോട്ട് കിടക്കുമ്പോൾ അത് അറിയിച്ചു കൊടുക്കും. അതായത് അതിൻ്റെ ഉടമക്ക് അത് അറിയിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തുണ്ടാക്കുന്ന പറയുന്ന സെറ്റപ്പാണ്. ഇപ്പോൾ ചിലയിടത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇവളത് കാണിച്ചതാണ് കേട്ടോ സംഭവം. എൻ്റെ പേരെന്താ? ഹംന ഫാത്തിമ കേട്ടോ. ഓക്കെ. ഹന്നാൻ സ്വാലിഹ. സ്കൂള് OUPS തിരുരങ്ങാടി ഓറിയന്റൽ സ്കൂൾ അല്ലേ? OUP സ്കൂൾ. ഓക്കെ. അപ്പോൾ സംഭവം ഇതൊന്ന് പറഞ്ഞുതരും എന്താ സംഭവം എന്ന് കണ്ടിട്ട്. ഓക്സി എന്ന് പറഞ്ഞൊരു ഉപകരണമാണ്. ഇത് നാസ വികസിപ്പിച്ചെടുത്ത ഒരു ഉപകരണമാണ്. നമ്മള് മാഴ്സിൽ അവിടെ വെച്ച് ഓക്സിജൻ ഉണ്ടാക്കുക എന്നാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. മാഴ്സിൽ ഓക്സിജൻ ഉണ്ടാക്കുന്നത് അവിടെ വെച്ച് ഓക്സിജൻ ഉണ്ടാക്കുന്നല്ലേ? അതിന്റെ ഒരു മോഡലാണ് അത്. പ്രവർത്തിച്ച് കാണിക്കുന്നില്ല. ഇത് സ്റ്റിൽ മോഡലാണ്. സ്റ്റില്ലാണല്ലേ? ഓക്കെ. ഞാൻ അത് കണ്ടപ്പോഴേ ജസ്റ്റ് വർക്കിംഗ് ആണെന്ന് വിചാരിച്ചല്ലേ? അതായത് ഓക്സിജൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് കുറെ പ്രവർത്തനമൊക്കെ ചെയ്തിട്ട് പിന്നീട് അത് ഓക്സിജനായി പുറത്തു വരും അല്ലേ? മാസല്ലേ? ഇത് ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ നാസ? അറിയാം, ഉണ്ടാക്കിയിട്ടുണ്ട്. 2020 അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് വർക്കിംഗ് അല്ല. 2023 അത് സ്റ്റോപ്പായി അല്ലേ? ഓക്കെ. സംഭവം കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ഓക്കെ. ഇതുണ്ടോ കുറച്ച് ആൾക്കാരുടെ സോളാർ സിറ്റി ആണ് കേട്ടോ. രസമുണ്ട്, കുഴപ്പമില്ല. ഒരു സ്റ്റിൽ മോഡലാണ്. പിന്നെ വർക്ക് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ്. എന്ത് പേരെന്താടാ? ഷാമിൽ അല്ലേ? ഷെഹസാദ് അലി. ഓക്കെ ഓക്കെ ഓക്കെ. കുഴപ്പമില്ല. ഇത് വർക്ക് ചെയ്യില്ല, സ്റ്റില്ലല്ലേ? ലൈറ്റ് ഒന്നും കത്തൂലല്ലോ?
ചെയ്താലേ ഇത് കണ്ടോ, വാഴ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വാഴപ്പഴം മാത്രമല്ല, ഒരുപാട് ഐറ്റംസുകൾ, പായസം, പപ്പടം മുതലൊക്കെ ഉണ്ടാക്കാം അല്ലേ. എല്ലാ ഐറ്റംസും ഈ വാഴൻ്റെ ഐറ്റംസുകളും ഉണ്ടാക്കാൻ പറ്റും. അടിപൊളിയാട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയ അല്ലേ? ഇതൊക്കെ തിന്ന് തീർത്തുന്നല്ലോ എല്ലാവരും. ഇതിലൊന്നും ഇല്ലല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം, സംഭവം രസമുണ്ട്. ഇതുണ്ടോ, വാഴ കൊണ്ട് ഇവിടെ ഒരുപാട് ഐറ്റംസുകളുണ്ട് കേട്ടോ. നോക്കിയാണ് ഇതൊക്കെ തിന്ന് തീർത്തിക്കണമെങ്കിൽ, പക്ഷേ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതുണ്ടോ, വാഴ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. സംഭവം രസമുണ്ടല്ലേ. നമ്മളവിടെ ചോദിച്ചില്ലേ ആ സംഭവങ്ങളൊക്കെ ഇതാ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ. ഇതിൽ ഇവിടെ ആളില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റി. സോളാർ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാമായിട്ട് കാണിക്കുകയാണ്. മോട്ടോർ വർക്ക് ചെയ്യുന്ന താഴെ കണ്ട ഒരു സംഭവം തന്നെ കേട്ടോ. സംഭവം കുല്ലോസിക്കാണ്. അതൊക്കെ ഇനി വരും തലമുറക്ക് ഉപയോഗിക്കാന്നുള്ള ലെവലിലാണ് സംഭവം. 2 മിടുക്കികൾ ഉണ്ടാക്കിയ സംഭവമാണ്. ഇത് പേരെന്താ? തീർത്ത അല്ലേ. സ്മാർട്ട് സിറ്റി അല്ലേ നമ്മള് സംഭവം. ഹെലിപ്പാഡൊക്കെ ഉണ്ടല്ലേ, സോളാർ സിസ്റ്റം പരിപാടികളൊക്കെ ഉണ്ടല്ലേ. ഇതെന്താ? സ്റ്റേഡിയം. ഇൻഡോർ സ്റ്റേഡിയം. അത് ഇൻഡോർ സ്റ്റേഡിയം ആയതുകൊണ്ടാവില്ല അടച്ചു വെച്ചേക്കുന്നത്. ഇത് ഇതില്ലേ മെയിൻ സ്റ്റേഡിയം. ഓക്കെ, എറണാകുളം ജില്ലേൻ്റെ ചെറിയ രൂപം ആക്കി മാറ്റി. ഓക്കെ.